അമേരിക്കൻ സൈനിക ചരിത്രത്തിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം ഭീതിയുടെയും അനിശ്ചിതത്വത്തിന്റെയും നിഴലിലാണ് പെന്റഗൺ ഉള്ളത്. ജനാധിപത്യ മൂല്യങ്ങളെക്കാൾ വ്യക്തിപരമായിട്ടുള്ള കൂറിനും ബിസിനസ് താല്പര്യങ്ങൾക്കും മുൻഗണന നൽകുന്ന ഒരു ഭരണകൂടം ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയുടെ നട്ടലൊടിക്കുകയാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. മാത്രമല്ല, സ്വന്തം രാജ്യത്തെ ജനങ്ങളെ പട്ടിണിയിലേക്ക് ഇടുമോ എന്നുള്ളതും ചോദിക്കുന്നുണ്ട്. നാവികസേനാ സെക്രട്ടറി ജോൺ ഫെലന്റെ അപ്രതീക്ഷിത പുറത്താക്കൽ ഈ ഒരു സംശയങ്ങളെ അടിവരയിടുന്നുണ്ട്. ഹോർമുസ് കടലിടുക്കിൽ ഇറാനുമായിട്ട് യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യം നിലനിൽക്കുമ്പോൾ സ്വന്തം സൈനിക മേധാവികളെ ഒന്നിനു പുറകെ ഒന്നായിട്ട് പുറത്താക്കുന്ന ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കം അമേരിക്ക ഒരു സൈനിക അരാജകത്വത്തിലേക്കാണോ നയിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ജോൺ ഫെലന്റെ പുറത്താക്കൽ കേവലം ഒരു വ്യക്തിയുടെ രാജിയല്ല, മറിച്ച് പെന്റഗണിലെ പ്രൊഫഷണൽ സൈനിക മൂല്യങ്ങളും ട്രംപിന്റെ വ്യക്തി കേന്ദ്രീകൃത ഭരണശൈലിയും തമ്മിലുള്ള നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലാണ്. ഒരു യുദ്ധവീരനല്ലാത്ത എന്നാൽ ട്രംപിന്റെ പ്രചാരണത്തിന് കോടികൾ സംഭാവന നൽകിയ ഒരു ബിസിനസ്സുകാരനെ നാവിക സെക്രട്ടറി ആയിട്ട് നിയമിച്ചപ്പോൾ തന്നെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ സ്വന്തം താല്പര്യപ്രകാരം നിയമിച്ച ആൾക്ക് പോലും ട്രംപിന്റെ ഗോൾഡൻ ഫ്ലീറ്റ് എന്ന അപ്രായോഗിക മോഹത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് അമേരിക്ക സ്വന്തമായിട്ട് അല്ലെങ്കിൽ ട്രംപ് സ്വന്തമായിട്ട് അവരുടെ സൈനികർക്കിടയിൽ വരുത്തിവെച്ച ചില കാര്യങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾ പൊറുതിമുട്ടുന്ന ചില കാര്യങ്ങൾ. എന്തായാലും സൈനിക വിദഗ്ധരുടെ ഉപദേശങ്ങളെക്കാൾ രാഷ്ട്രീയ വിധേയത്വത്തിന് മുൻഗണന നൽകുന്ന ഹെഡ്സെറ്റിനെ പോലെയുള്ളവർ പെന്റഗൺ ഭരിക്കുമ്പോൾ ലോകത്തെ ഏറ്റവും വലിയ നാവികസേനയുടെ തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങൾ ദുർബലപ്പെടുകയാണ് ചെയ്യുന്നത്. അമേരിക്കയുടെ കപ്പൽ നിർമ്മാണശാലകൾ നേരിടുന്ന കടുത്ത പ്രതിസന്ധിയെ മറച്ചു വെച്ചുകൊണ്ടാണ് ഗോൾഡൻ ഫ്ലീറ്റ് എന്ന സ്വപ്നം ട്രംപ് വിറ്റഴിക്കുന്നത്. നിലവിലുള്ള കപ്പലുകളുടെ അറ്റകുറ്റപ്പണികൾക്കും നവീകരണത്തിനും പോലുള്ള വർഷങ്ങളുടെ കാലതാമസം നേരിടുമ്പോൾ പുതിയൊരു യുദ്ധക്കപ്പൽ ശേഖരം എന്നത് സാങ്കേതികമായിട്ട് അസാധ്യമാണെന്നാണ് ഫെലൻ വാദിച്ചിരുന്നത്. ബജറ്റിലെ അശാസ്ത്രീയമായിട്ടുള്ള വകയിരുത്തലുകളും ലോജിസ്റ്റിക്സിലെ പിഴവുകളും ചൂണ്ടിക്കാണിച്ചതാണ് ഹെഡ്സെറ്റിനെ പ്രകോപിപ്പിച്ചത്. യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെടുത്താത്ത ഈ നിർബന്ധ ബുദ്ധി അമേരിക്കൻ നാവികസേനയുടെ പ്രതിരോധ ശേഷിയാണ് തകർക്കുന്നത്. അത്യാധുനികമായിട്ടുള്ള സാങ്കേതിക വിദ്യകളെക്കാൾ ഉപരിയായിട്ട് കപ്പലുകൾക്ക് തന്റെ പേരിടാനും അവയുടെ ബാഹ്യമായിട്ടുള്ള പ്രൗഢി വർദ്ധിപ്പിക്കാനുമുള്ള ട്രംപിന്റെ താല്പര്യം സൈന്യത്തെ ഒരു ഷോ പീസായിട്ട് മാറ്റാൻ മാത്രമേ സഹായിക്കൂ എന്നാണ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ട്രംപിന്റെ അധികാരമോഹം മാത്രമല്ല എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളത് അവിടുത്തെ സൈന്യത്തെ അല്ലെങ്കിൽ അവരുടെ ആ സൈനികരുടെ ജീവൻ പൊലിയുന്നത് പോലും പറയാൻ മടിക്കുന്ന ട്രംപാണ് ഇത്തരം നീക്കങ്ങളിലേക്ക് കടക്കുന്നത്. എന്തായാലും നാവികസേന അണ്ടർ സെക്രട്ടറി ഹങ് കവോയെ താൽക്കാലികമായിട്ട് ചുമതല ഏൽപ്പിച്ചത് സൈന്യത്തിനുള്ളിൽ വലിയ അമർഷത്തിന് കാരണമായിട്ടുണ്ട്. അതായത് 25 വർഷത്തെ പ്രവൃത്തി പരിചയം അവകാശപ്പെടുന്നുണ്ട് എങ്കിലും സൈന്യത്തിലെ ജനാധിപത്യപരമായിട്ടുള്ള സംസ്കാരത്തെ തള്ളിപ്പറയുന്ന കവോയുടെ ആൽഫ മെയിൽ ചിന്താഗതി സേനയുടെ ഐക്യം തകർക്കുമെന്ന ഭീതിയിലാണ്. മുതിർന്ന ഉദ്യോഗസ്ഥരെ കൂട്ടത്തോടെ പുറത്താക്കുന്നത് സേനയിലെ ജൂനിയർ ഓഫീസർമാരുടെ മനോവീര്യത്തെ ബാധിക്കും. യുദ്ധമുഖത്ത് ശത്രുവിനെ നേരിടുന്നതിനേക്കാൾ വലിയ വെല്ലുവിളി സ്വന്തം ഭരണകൂടത്തിൽ നിന്നുള്ള അസ്ഥിരതയാണെന്ന് വരുമ്പോൾ അമേരിക്കയുടെ നാവിക മേധാവിത്വം ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുന്നത്. ഹോർമസ് പോലുള്ള യുദ്ധമേഖലകളിൽ അമേരിക്കൻ കപ്പലുകൾക്ക് സംരക്ഷണം നൽകേണ്ടവർ തന്നെ സ്വന്തം കരിയറിനെ കുറിച്ച് ആശങ്കയിലാകുന്ന അവസ്ഥ അത്യന്തം അപകടകരമാണ്. അതായത് ഒരു ഉറപ്പുമില്ല അവിടുത്തെ സൈനികർക്ക് ഇനി എന്തും സംഭവിക്കാൻ. മാത്രമല്ല, ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അമേരിക്കയിൽ നിന്ന് അവരുടെ സൈനികരുടെ വാർത്തകൾ വന്നപ്പോൾ അവിടെ എത്രത്തോളം സമ്മർദ്ദമുണ്ട്, ആകെ വിഷമത്തിലാണ്, അവർക്ക് ഈ യുദ്ധത്തിൽ അല്ലെങ്കിൽ യുദ്ധം ചെയ്യാൻ പോലുമുള്ള ഒരു കരുത്തില്ല, അവരുടെ മാനസിക നില പൂർണ്ണമായിട്ട് നശിച്ചു പോകുന്ന അവസ്ഥയാണ് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഇതിനു മുമ്പ് വന്നിരുന്നു. അപ്പം നിലവിൽ ഇപ്പോൾ ട്രംപ് അതുപോലുള്ള നീക്കങ്ങൾ തന്നെയാണ് നടത്തുന്നത്. എന്തായാലും സൈനിക ഉദ്യോഗസ്ഥർക്ക് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് നിഷ്പക്ഷതയും ഭരണഘടനയോടുള്ള കൂറുമാണ് പ്രധാനം. എന്നാൽ പീറ്റ് ഹെഡ്സത്തിലൂടെ നടപ്പിലാക്കുന്ന ഈ ഒരു ശുദ്ധീകരണം സൈന്യത്തെ വെറും ഒരു രാഷ്ട്രീയ ഉപകരണമാക്കി മാറ്റാനുള്ള ശ്രമമാണെന്ന വിമർശനം ശക്തമാണ്. റാൻഡി ജോർജിനെ പോലെയുള്ള അനുഭവ പരിചയമുള്ള ജനറൽമാരെ പുറത്താക്കി പകരം അടിയുറച്ച് ട്രംപ് അനുകൂലികളെ പ്രതിഷ്ഠിക്കുമ്പോൾ സേനയ്ക്കുള്ളിലെ സ്വതന്ത്രമായിട്ടുള്ള തീരുമാനമെടുക്കാനുള്ള ശേഷി ഇല്ലാതാകുന്നു. അതായത് ഒരു പട്ടാളം അല്ലെങ്കിൽ ഒരു സൈനികർ വരുമ്പോഴത്തേക്കും
അവിടെ കമാൻഡർമാർ അല്ലെങ്കിൽ അവിടുത്തെ ഉന്നത നേതാക്കൾ അവർ പറയുന്ന കാര്യങ്ങൾ പോലും വകവെക്കാതെ സ്വന്തം താല്പര്യങ്ങൾക്ക് അവിടെ അടിക്കാൻ പറഞ്ഞാൽ അവിടെ അടിച്ചോണം, അവിടെ ചെല്ലാൻ പറഞ്ഞാൽ അവിടെ ചെന്നോണം, അവിടെ മരിച്ചു വീഴാൻ പറഞ്ഞാൽ അവിടെ മരിച്ചു വീഴാം എന്ന നിലപാടിലേക്ക് ട്രംപ് പറയുന്നത് മാത്രം ശരിവെച്ചുകൊണ്ട് അല്ലെങ്കിൽ വരാനിരിക്കുന്ന ഭവിഷ്യത്തിനെയൊക്കെ മാറ്റി അല്ലെങ്കിൽ അവർ ഈ പറയുന്ന പ്രശ്നങ്ങളെ അല്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭവിഷ്യത്തുകളെയൊക്കെ മാറ്റിക്കൊണ്ട് ട്രംപ് പറയുന്ന കാര്യം മാത്രമേ ചെയ്യാവൂ എന്ന രീതിയിലേക്ക് മാറുകയാണ്. അവിടെയാണ് ഇപ്പോൾ സൈനികർക്ക് ഏറ്റവും ഒരു തെറ്റ് പറ്റിയിരിക്കുന്നത്. മാത്രമല്ല അവർക്ക് ഒരു സ്വന്തമായിട്ടൊരു തീരുമാനമെടുക്കാനുള്ള ഒരു ശേഷിയും ഉണ്ടാകുന്നില്ല. എന്തായാലും ഉത്തരവുകൾ ശരിയോ തെറ്റോ എന്ന് ചിന്തിക്കാതെ നടപ്പിലാക്കുന്ന ഒരു യെസ് മാൻ സംസ്കാരം സൈന്യത്തിൽ വളരുന്നത് അത്യന്തം അപകടകരമാണ്. കാരണം അവരാണല്ലോ നിർണ്ണയിക്കുന്നത് ഈ കപ്പൽ എങ്ങോട്ട് പോയാൽ അല്ലെങ്കിൽ ഈ ഡ്രോൺ എങ്ങോട്ട് പോയാൽ അടുത്ത് എന്താണ് സംഭവിക്കുന്നത് എന്ന് ഇവർക്കറിയാം. പക്ഷെ ഈ സൈന്യം അത് പറയാനോ അല്ലെങ്കിൽ അത്തരം രീതികളിൽ ചെല്ലാനോ ഒന്നും സമ്മതിക്കുന്നില്ല. ഒരുപക്ഷെ ഇവർ ഈ സൈന്യം നമ്മളുടെ ഒരു കപ്പൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് അപകടത്തിൽപ്പെടും, നമ്മുടെ കപ്പലിലുണ്ടാകുന്ന സൈനികർ നഷ്ടപ്പെടും എന്ന് പറയുമ്പോൾ പോലും അത്തരം കാര്യങ്ങൾ വകവെക്കാതെ അങ്ങോട്ടേക്ക് ആക്രമിച്ചേ പറ്റൂ, അങ്ങോട്ടേക്ക് ആ കപ്പൽ ഇട്ടേ പറ്റൂ എന്നുള്ള നിലപാടിലാണ് ട്രംപ് പോകുന്നത്. അതാണ് ഇതിന്റെ ഒരു സാരാംശം എന്ന് പറയുന്നത്. അതായത് ട്രംപ് പറയുന്നത് അല്ലെങ്കിൽ ട്രംപ് പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന് പറയുന്നത് പോലെ തന്നെ ട്രംപ് എന്ത് പറയുന്നോ അത് അക്ഷരം പ്രതി അനുസരിക്കണം എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതാണ് ഈ സൈനികർക്കിടയിൽ സംഭവിക്കുന്നത്. എന്തായാലും യുദ്ധമുഖത്ത് കൃത്യമായിട്ടുള്ള ഉപദേശങ്ങൾ നൽകുന്നതിൽ നിന്ന് സൈനിക മേധാവികളെ പിന്നോട്ട് ഇത് വലിപ്പിക്കുന്നുണ്ട്. ഹങ് കവോയെ പോലുള്ളവർ കടന്നുവരവ് സൂചിപ്പിക്കുന്നത് സൈന്യത്തിലെ വൈവിധ്യവും തുല്യതയും ലക്ഷ്യം വെച്ചുള്ള ആക്രമണമാണ്. ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ സാങ്കേതിക വിദ്യ പോലെ തന്നെ പ്രധാനമാണ് വ്യത്യസ്ത പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള സൈനികരുടെ കൂട്ടായ്മ എന്ന് പറയുന്നത്. എന്നാൽ ആൽഫ പുരുഷ സിദ്ധാന്തങ്ങളെയും തീവ്ര ആശയങ്ങളെയും സേനയിൽ അടിച്ചേൽപ്പിക്കുന്നത് സ്ത്രീകളുടെയും ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും മനോവീര്യം തകർക്കും. ഇത് അമേരിക്കൻ സൈന്യത്തിന്റെ ആഗോള പ്രതിച്ഛായയെ ബാധിക്കുക മാത്രമല്ല പുതിയ തലമുറയെ സൈന്യത്തിലേക്ക് ആകർഷിക്കുന്നതിന് തടസ്സമാവുകയും ചെയ്യും. ഒരു ആധുനിക സേനയെ ഗോത്രകാല ചിന്താഗതിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഈ ശ്രമം സൈനിക നൈപുണ്യത്തെ പിന്നോട്ടടിക്കും. എന്തായാലും അമേരിക്കൻ നാവികസേനയും ആർമിയും ഇത്തരത്തിൽ ആഭ്യന്തര കലഹങ്ങളിൽ മുഴകുമ്പോൾ അത് ചൈനയ്ക്കും റഷ്യയ്ക്കും ഇറാനും വലിയ അവസരമാണ് നൽകുന്നത്. നേതൃത്വത്തിലെ ഈ ഒരു അസ്ഥിരത കണ്ടു നിൽക്കുന്ന ശത്രു രാജ്യങ്ങൾ അമേരിക്കയുടെ പ്രതിരോധ സംവിധാനത്തിലെ വിള്ളലുകൾ മുതലെടുക്കാൻ ശ്രമിക്കും. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ നടത്തുന്ന നീക്കങ്ങളെ പ്രതിരോധിക്കാൻ സാധിക്കാത്തത് ഇവിടുത്തെ ഭരണപരമായിട്ടുള്ള പാളിച്ചകൾ കാരണമാണെന്ന തിരിച്ചറിവ് അമേരിക്കയുടെ അന്താരാഷ്ട്ര സ്വാധീനം കുറയ്ക്കും. എന്തായാലും സൈനിക മേധാവികളെ മാറ്റുന്ന തിരക്കിൽ ഭരണകൂടം ശ്രദ്ധിക്കുമ്പോൾ തന്ത്രപരമായിട്ടുള്ള മേഖലകളിൽ അമേരിക്കയുടെ പിടി അയയുന്നത് ആഗോള സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാണ്. പതിറ്റാണ്ടുകളുടെ സൈനിക അനുഭവ പരിചയമുള്ള ഉദ്യോഗസ്ഥരെ പെട്ടെന്ന് പുറത്താക്കുമ്പോൾ സേനയുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ മെമ്മറി അഥവാ സ്ഥാപനപരമായിട്ടുള്ള അറിവാണ് നഷ്ടപ്പെടുന്നത്. മാത്രമല്ല ഓരോ പ്രതിസന്ധിയെയും എങ്ങനെ നേരിടണം എന്നതിനെ കുറിച്ചുള്ള വർഷങ്ങളുടെ അറിവ് ഈ മുതിർന്ന ഉദ്യോഗസ്ഥർക്കൊപ്പം പെന്റഗണിൽ നിന്ന് പടിയിറങ്ങുകയാണ്. ഇത് അമേരിക്കയ്ക്ക് ഏറ്റവും വലിയ തിരിച്ചടിയാകും, അതിൽ സംശയമില്ല. ഈ പുതിയതായി വരുന്നവർക്ക് രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പ്രാധാന്യം നൽകുമ്പോൾ സൈന്യത്തിന്റെ പ്രൊഫഷണലിസം വെറും കടലാസ് പുലിയായിട്ട് മാറുകയാണ്. അതായത് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, സൈനികർക്ക് അവിടെ അവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമില്ല, അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയുമില്ല, എന്നാൽ അവരെ പടിയിറക്കുന്ന രീതിയിലേക്ക് പോകുന്നു. മാത്രമല്ല ഒരു രാഷ്ട്രീയമായിട്ട് മാറുകയാണ്, ഒരു രാഷ്ട്രീയ സൈന്യത്തെ വികസിപ്പിച്ചെടുക്കുകയാണ് ട്രംപ് ഇപ്പോൾ ചെയ്യുന്നത്. എന്തായാലും ട്രംപിന്റെ ഈ ഒരു സൈനിക പരീക്ഷണം അമേരിക്കൻ പ്രതിരോധ മേഖലയിൽ ദീർഘകാലം നിലനിൽക്കുന്ന മുറിവുകൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. അമേരിക്കൻ നാവികസേനയ്ക്കുള്ളിൽ ഇത്രയും വലിയ തർക്കങ്ങൾ നടക്കുമ്പോൾ ഹോർമുസ് കടലിടുക്കിലെ സാഹചര്യം അമേരിക്കയ്ക്ക് നിയന്ത്രിക്കാനാകില്ല എന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറയുന്നത്. ഇറാനിയൻ തുറമുഖങ്ങളിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധത്തിൽ ട്രംപ് അതൃപ്തി പ്രകടിപ്പിക്കുമ്പോഴും ഇറാന്റെ പ്രതിരോധം അമേരിക്കയെ ഞെട്ടിക്കുകയാണ്. 2 കപ്പലുകൾ ഇറാൻ പിടിച്ചെടുത്തതും വെടിനിർത്തൽ കരാർ ലംഘിച്ചതിന്റെ പേരിൽ കടലിടുക്ക് വീണ്ടും തുറക്കാൻ കഴിയില്ല എന്ന ഇറാന്റെ പ്രഖ്യാപനവും അമേരിക്കയുടെ നാവിക മേധാവിത്വവും വെറും കടലാസ് പുലിയാണെന്ന് തെളിയിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും സ്വന്തം വീട് വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ കഴിയാത്തവർ എങ്ങനെ ലോകത്തിന്റെ കാവൽക്കാരാകുമെന്ന പരിഹാസമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരാംശം എന്ന് പറയുന്നത് അവരുടെ അമേരിക്കയുടെ സൈനികർക്ക് വലിയ രീതിയിലുള്ള പ്രശ്നമുണ്ടാകുകയാണ്. വളരെ കാലം പരിചയസമ്പന്നരായിട്ടുള്ള ഉദ്യോഗസ്ഥരെ മാറ്റി അവിടെ ഒരു രാഷ്ട്രീയം കൊണ്ടുവരാൻ ട്രംപ് ഒരുങ്ങുമ്പോൾ വലിയ രീതിയിലുള്ള വിള്ളൽ അവിടെ സംഭവിക്കാനുള്ള സാധ്യതകളേറെയാണ്. ഇത് മുതലെടുക്കാൻ ഇറാനും സജ്ജമാണ്. ഇനി മറ്റൊരു കാര്യം ഇവിടെ പറയണ്ടേ, ഈ അമേരിക്കയുടെ സൈനികർ അല്ലെങ്കിൽ സൈനിക നീക്കം ഇങ്ങനെയാണെങ്കിൽ ഇറാന്റെ സൈനിക നീക്കം വളരെ നിർണായകമാണ്. എന്തായാലും തസ്നീം ന്യൂസ് പുറത്തുവിട്ട വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതിന്റെ ഒരു
വിവരം ചെറിയ രീതിയിലേക്ക് പോകാം. അതായത് അവർ പറയുന്നത് അനുസരിച്ച് ഈ വെടിനിർത്തൽ കരാറൊക്കെ വന്നതിന് ശേഷം പുതിയൊരു സമാധാന ചർച്ചകളൊക്കെ പ്രതീക്ഷിച്ചിരുന്ന സമയത്താണ് ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചത്. എന്തായാലും അമേരിക്ക ഇത്തരം കാര്യങ്ങൾ സംഭവിപ്പിക്കും അല്ലെങ്കിൽ നടത്തുമെന്നുള്ളത് ഇറാൻ അറിയാമായിരുന്നു. അതുകൊണ്ട് ഇറാൻ പുതിയ നീക്കങ്ങളാണ് നടത്തിയിരിക്കുന്നത്. ഇറാന്റെ തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല ഒരിക്കലും അമേരിക്കയ്ക്ക് ചിന്തിക്കാൻ കഴിയാത്തതിനപ്പുറത്തേക്ക് ഇറാൻ സജ്ജമായിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇറാൻ സൈനികമായിട്ട് വളരെ ഗൗരവത്തോടെ തന്നെയാണ് പുതിയ സാഹചര്യം കാണുന്നത്. മാത്രമല്ല അവർ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ്. ഈ സൈനികർക്കൊപ്പം അവിടുത്തെ ജനതയും ഒരുമിച്ച് നിൽക്കുകയാണ്. ഈ സൈനിക വിന്യാസങ്ങളും പ്രതിരോധ സംവിധാനങ്ങളുടെയും പുനഃക്രമീകരണം വലിയ രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. പുതുക്കിയ ലക്ഷ്യപട്ടികയിൽ തയ്യാറാക്കിയതും റിപ്പോർട്ടിൽ പറയുന്നതും ഇതാണ്. അതായത് സാധ്യതയുള്ള പുതിയ ഏറ്റുമുട്ടൽ ആരംഭിക്കുന്ന നിമിഷം മുതൽ തന്നെ അമേരിക്കൻ ഇസ്രായേൽ താല്പര്യങ്ങൾക്ക് ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകാൻ ഞങ്ങൾ സന്നദ്ധരാണ്. അതിന്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ പക്കൽ ഉണ്ട് എന്നാണ് പറയുന്നത്. മാത്രമല്ല സംഘർഷാവസ്ഥയുടെ പശ്ചാത്തലം ഫെബ്രുവരി അവസാനം നടന്ന സംഭവങ്ങളിലാണ് ഉണ്ടായിരുന്നത്. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെതിരെ വ്യാപകമായിട്ടുള്ള ആക്രമണം നടത്തിയെന്നാണ് ഇറാൻ ഇപ്പോഴും പറയുന്നത്. ആ ആക്രമണത്തിൽ ആണവ കേന്ദ്രങ്ങൾ, സ്കൂളുകൾ, ആശുപത്രികൾ, പാലങ്ങൾ ഉൾപ്പെടെയുള്ള സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ടു എന്നാണ് ഇറാൻ പറയുന്നത്. കൂടാതെ രാജ്യത്തിന്റെ പരമോന്നത നേതാവായിട്ടുള്ള അയത്തുള്ള അലി ഖമീനിയെ വധിച്ചു എന്നും ഇറാൻ പറയുന്നുണ്ട്. പക്ഷെ ഇതിന്റെയൊക്കെ മറുപടിയായിട്ട് ഞങ്ങൾ ഓരോ ആക്രമണവും നടത്തുകയാണ്. അതായത് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4 എന്ന പേരിൽ വൻതോതിലുള്ള പ്രതികാര നീക്കങ്ങൾ നടത്തിയെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. മാത്രമല്ല നിരവധി തരംഗങ്ങളിലായിട്ട് 100 കണക്കിന് ബാലിസ്റ്റിക് മിസൈലുകളും ഹൈപ്പർസോണിക് ആയുധങ്ങളും ഡ്രോണുകളും ഉപയോഗിച്ച് പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെയും ഇസ്രായേൽ നിയന്ത്രണ പ്രദേശങ്ങളിലെ ലക്ഷ്യങ്ങളെയും ആക്രമിച്ചു എന്നാണ് ഇറാൻ പറയുന്നത്. മാത്രമല്ല ഇനിയും ആക്രമണങ്ങൾ നടത്താൻ ഞങ്ങൾ സന്നദ്ധരാണ് എന്നും പറയുന്നുണ്ട്. യുദ്ധത്തിന്റെ ഘട്ടം മേഖലയിൽ സുരക്ഷാ സമവാക്യങ്ങൾ തന്നെ മാറ്റിമറിച്ചു എന്ന വിലയിരുത്തലും ഇതിനിടയിൽ ഉയരുന്നുണ്ട്. എന്തായാലും ഏകദേശം 40 ദിവസത്തോളം, 40 ദിവസമല്ല 50 ദിവസത്തോളം കടന്നിരിക്കുകയാണ് ഈ ഒരു യുദ്ധം. അവിടെയും ഇറാന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഉപരോധങ്ങൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ഉപരോധങ്ങൾ നടത്താതെ ഞങ്ങൾ വെക്കുന്ന ഉപാധികൾ നിങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇത് വളരെ നല്ല രീതിയിൽ പോകും. അല്ലാത്ത പക്ഷം ഞങ്ങൾ ഒരിക്കലും ഇതിൽ അടിയറവ് പറയാൻ നിൽക്കില്ല. മാത്രമല്ല ഞങ്ങൾ ഒരിക്കലും പിന്നോട്ടില്ല എന്നാണ് ഇറാൻ പറയുന്നത്. എന്തായാലും അതിർത്തി പ്രദേശങ്ങളിൽ സൈനിക സാന്നിധ്യം ഉയർന്ന നിലയിൽ തുടരുകയാണ്. പരസ്പര ആരോപണങ്ങളും മുന്നറിയിപ്പുകളും ശക്തമാകുന്ന ഇതിനിടയിലാണ് ഇറാൻ തന്റെ സൈന്യത്തെയും അതുപോലെ തന്നെ തന്റെ അത്യാധുനികമായിട്ടുള്ള മിസൈലുകളും ഡ്രോണുകളും ഈ ഫൈറ്റർ ജെറ്റുകളൊക്കെ കൊണ്ടുവരുന്നത്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഗതാഗത പാതകളിൽ ഒന്നായ ഈ കടലിടുക്കിൽ അമേരിക്കൻ നാവിക ഉപരോധമോ മൈൻ തിരച്ചിൽ പ്രവർത്തനങ്ങളോ ആരംഭിക്കാൻ ശ്രമിച്ചാൽ നിർണായകമായിട്ടുള്ള സൈനിക മറുപടി ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പാണ് പലതവണ ഇറാൻ ആവർത്തിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിൽ ഭയന്നുകൊണ്ടാണ് മുന്നോട്ടൊരടി അമേരിക്ക വെക്കാത്തത്. എന്തായാലും ആഗോള ഊർജ്ജ വിപണിയുടെ ജീവധാരയായിട്ടുള്ള ഹോർമുസിൽ ചെറിയൊരു സംഘർഷം പോലും ലോക സാമ്പത്തിക വ്യവസ്ഥയെ കുലുക്കാൻ ശേഷിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഉയർന്ന ഓരോ നീക്കവും അന്താരാഷ്ട്ര വിപണികൾ ഉറ്റുനോക്കുകയാണ്. ഇനി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി മുമ്പ് നടത്തിയ പരാമർശങ്ങളും ശ്രദ്ധേയമാണ്. അമേരിക്ക തുടർച്ചയായിട്ട് വെടിനിർത്തൽ ലംഘിക്കുന്നു എന്നും ഇറാനിയൻ തീരങ്ങൾക്കും കപ്പലുകൾക്ക് നേരെ ഭീഷണികൾ ഉയർത്തുകയാണെന്നും ഔദ്യോഗിക പ്രസ്താവനകളിൽ പരസ്പര വിരുദ്ധ നിലപാടുകൾ കാണിക്കുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ അമേരിക്ക സമാധാനത്തിന് യഥാർത്ഥമായിട്ട് പ്രതിജ്ഞാബദ്ധമാണോ എന്ന സംശയം ഇറാനിൽ ശക്തമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാരണം. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചടിക്കാൻ തയ്യാറാണ്, ഏത് യുദ്ധത്തിന് ഞങ്ങൾ തയ്യാറാണ് എന്നാണ് പറയുന്നത്. എന്തായാലും ഈ ഒരു കാര്യങ്ങൾ നടക്കുമ്പോൾ നയതന്ത്രം പൂർണ്ണമായിട്ട് അവസാനിച്ചിട്ടില്ല എന്ന സന്ദേശം ഇറാൻ നൽകുന്നുണ്ട്. സംവാദത്തിന് തങ്ങൾ തയ്യാറാണെങ്കിൽ ദേശീയ സുരക്ഷാ പരമാധികാരത്തെയോ ബാധിക്കുന്ന വ്യവസ്ഥകൾ ഒരിക്കലും അംഗീകരിക്കില്ല എന്നാണ് ഇറാന്റെ നിലപാട്. അഥവാ യുദ്ധത്തിനും സമാധാനത്തിനും ഒരുപോലെ തയ്യാറാണ് എന്ന നിലയിലാണ് ഇപ്പോൾ ലോകത്തോട് സംസാരിക്കുന്നത്. പക്ഷേ എങ്കിലും ഏതെങ്കിലും തരത്തിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഒരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് ഇരട്ടി പ്രഹരം ഉണ്ടാകും എന്നതാണ് ഇറാൻ പറയുന്നത്. എന്തായാലും ഇറാന്റെ സൈനിക ശേഷിയും അത്യാധുനികമായിട്ടുള്ള യുദ്ധങ്ങളും അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ തന്നെ മിസൈലുകളും അവരുടെ ജനതയും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. അവിടെയാണ് ട്രംപ് പറഞ്ഞത് ഇപ്പോൾ ഈ പറയുന്ന ഇറാനിൽ എന്തൊക്കെയോ തരത്തിലുള്ള വിള്ളലുകൾ സംഭവിക്കുന്നുണ്ട്, അവിടുത്തെ നേതാക്കന്മാർ പറയുന്ന കാര്യങ്ങൾ തമ്മിൽ ചില വിരുദ്ധതയുണ്ട്, അവിടെ അത്തരം രീതിയിലേക്ക് ട്രംപ് പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ട്രംപിന്റെ സൈനികർക്കിടയിൽ ഇത്തരം പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നത്. എന്തായാലും ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ അമേരിക്കയുടെ സൈനികർക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാകും. ആ സൈനികർ പിൻവലിയുന്നത് രാജ്യത്തിന് ഏറ്റവും കൂടുതൽ നഷ്ടത്തിലേക്കും നാശത്തിലേക്കും കൊണ്ടെത്തിക്കും എന്നതിൽ സംശയമില്ല.